ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട 2-3 പേര് POKയിൽ പ്രക്ഷോഭം നടത്തുന്ന ഒരു സംഘത്തിൽപ്പെട്ട ആൾ വന്നിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്നത് പോലെ ഇനി പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ബലൂചിസ്ഥാൻ എന്ന് പറയാം എന്ന് ഈ റിപ്പബ്ലിക്കിൻ്റെ അർണബ് ഗോസ്വാമിയും അവരോട് പറയുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് POB എന്ന് പറയുന്ന പോലെ ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ അത്യാവശ്യം. അപ്പോൾ ഇന്ത്യ കൂടുതൽ സഹായിക്കണം എന്നൊക്കെ അവർ ചർച്ചയിൽ അവകാശപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ വേണ്ടത്ര സഹായം കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ബലൂചിസ്ഥാൻ പോരാളികൾക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ സംശയിക്കുന്ന അത്ര സഹായം ബലൂചിസ്ഥാന് കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത്. അവർ പറയുന്നതിൽ നിന്ന് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വിഘടനം പാകിസ്ഥാൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ പാകിസ്ഥാൻ ചൊറിയുന്നുണ്ട്. ബംഗ്ലാദേശിനെ ഉപയോഗിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാൻ്റെ കപ്പലുകൾ 1971 ശേഷം കച്ചവട കപ്പലുകൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ആയുധങ്ങളായിരുന്നു എന്ന് ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചൈന എന്താ പറയുക, ഇന്ത്യക്കെതിരെ ഒരു നിഴൽ യുദ്ധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിഴൽ യുദ്ധം കൊണ്ട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ ആയുധങ്ങൾ ഊച്ചാളിയാണ് എന്ന് തെളിയിക്കപ്പെട്ടു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.